ഒരു രാജാവിന് 10 വേട്ടനായ്ക്കളുണ്ടായിരുന്നു. അതോടൊപ്പം ഒരുപാട് ഭൃത്യന്മാരും. ഈ രാജാവിനോട് ഭൃത്യന്മാരിൽ ആരെങ്കിലും രാജാവിന് ഇഷ്ടമില്ലാത്ത കാര്യം പറയുകയാണെങ്കിൽ ഉടനെ അവരെ ഈ വേട്ടനായ്ക്കൾക്ക് ഭക്ഷണമായി നൽകും. അങ്ങനെ ഒരു ദിവസം ഭൃത്യരിൽ ഒരാൾ രാജാവിന് ഒരു ഉപദേശം നൽകുകയാണ്. രാജാവിന് അത് തെല്ലും ഇഷ്ടപ്പെട്ടില്ല. രാജാവ് ആ ഭൃത്യനെ ഈ വേട്ടനായ്ക്കൾക്ക് ഭക്ഷണമായി നൽകാൻ കൽപ്പന പുറപ്പെടുവിച്ചു. പക്ഷേ ആ ഭൃത്യൻ രാജാവിൻ്റെ അരികിൽ ഒരു 10 ദിവസത്തെ സാവകാശം തേടി. രാജാവ് അത് സമ്മതിച്ച് നൽകി. അങ്ങനെ 10 ദിവസം ആ ഭൃത്യന് ലഭിച്ചു. ഈ 10 ദിവസവും ഈ ഭൃത്യൻ ഈ വേട്ടനായ്ക്കൾക്ക് ഒപ്പമാണ് ചെലവഴിച്ചത്. അവയെ കുളിപ്പിക്കാനും അവയ്ക്ക് ഭക്ഷണം നൽകുവാനും അവയോടൊപ്പം തന്നെ ഈ ഭൃത്യൻ ചെലവഴിച്ചു. അങ്ങനെ 10-ാം ദിവസം എത്തി. രാജാവും തൻ്റെ ഭൃത്യനെ നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് കാണുവാനായി എത്തിയിരുന്നു. രാജാവിന് കൗതുകമായി ആ ഭൃത്യനെ നായ്ക്കളുടെ അരികിലേക്ക് എറിഞ്ഞപ്പോൾ അവ ആ ഭൃത്യനെ ഒന്നും ചെയ്യുന്നില്ല. രാജാവ് കാര്യം തിരക്കി. ആ ഭൃത്യൻ പറഞ്ഞു, വെറും 10 ദിവസങ്ങൾ കൊണ്ട് ഈ നായ്ക്കൾക്ക് എൻ്റെ സ്നേഹവും എൻ്റെ ആത്മാർത്ഥതയും തിരിച്ചറിഞ്ഞു. പക്ഷേ എത്രയോ വർഷം അങ്ങയെ ഞാൻ സേവിച്ചു. അങ്ങേക്ക് എൻ്റെ ആത്മാർത്ഥതയും എൻ്റെ വിശ്വസ്തതയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. രാജാവിന് കാര്യം മനസ്സിലായി. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ സഹായിച്ചവർ, നമ്മളെ സ്നേഹിച്ചവർ എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരെ എന്നേക്കുമായി വെറുക്കുകയും മറക്കുകയല്ല വേണ്ടത്. മറിച്ച് അവരെയും കൂടെ സ്നേഹിക്കുവാനും അവർക്ക് വന്നുപോയ തെറ്റ് ക്ഷമിക്കാനും നമുക്ക് പരിശീലിക്കാം.